ജിസനാണ്. ഇതിപ്പോൾ ഈ ഏരിയ നിങ്ങൾക്ക് വല്ല പരിചയമുണ്ടോ? എന്തായാലും ഇതിനെ പറ്റി ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഞങ്ങൾ റിവർലാൻഡ് ഹോം സ്റ്റേ എന്ന് ഒരു 40 മിനിറ്റ് ഇതാ കാണുന്ന വഞ്ചിയിൽ എഞ്ചിമച്ച വഞ്ചിയിൽ ഇങ്ങോട്ട് തുഴഞ്ഞു വന്നതാണ്. അപ്പോൾ ഈ നിൽക്കുന്നത് ജോസേട്ടനാണ്, റിവർലാൻഡ് ഹോം സ്റ്റേയുടെ ഓണർ. ജോസേട്ടന് ഈ പ്രദേശത്തെ പറ്റിയും ഇതിൻ്റെ ഇനിയും വരുന്ന ഒരു ടൂറിസം ഡെവലപ്മെൻറ്റിനെ പറ്റിയും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും പുള്ളിക്ക് ഇതിനെ പറ്റി പറയാനുള്ള ഒരു അവസരം കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ജോസേട്ടൻ. ജോസേട്ടൻ സംസാരിച്ചോളൂ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാനിവിടെ ചെറിയൊരു ഹോം സ്റ്റേ ആയിട്ട് ഇങ്ങനെ കഴിയുകയാണ്. ഞാൻ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് യൂറോപ്പ് 2 ആഴ്ച പോയി നിന്നിട്ട് വന്നയാളാണ്. അപ്പോൾ യൂറോപ്പ് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് അവിടെ എല്ലാം ഒരു നദി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു കനാല് കേന്ദ്രീകരിച്ചാണ് അവിടെ എല്ലാം ടൂറിസം നടക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പെരിയാറിൻ്റെ കരയിൽ ഞാൻ വർഷങ്ങളായിട്ട് 72 വയസ്സാവാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഭൂതത്താങ്കെട്ട് മുതൽ നമുക്ക് വേണമെങ്കിൽ കടൽ വരെ നമുക്ക് ടൂറിസത്തിന് ഭയങ്കര സ്കോപ്പുള്ളൊരു സ്ഥലമാണ്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഇതിൽ ഇനീഷ്യേറ്റീവ് എടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഫോറസ്റ്റ് മിനിസ്റ്ററും ടൂറിസം മിനിസ്റ്ററും ഇത് രണ്ടുപേരും കൂടി വിചാരിച്ചാലാണ് ഇവിടുത്തെ DTPC ആയിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും വേണ്ട കേരളത്തിൽ പൈസ ഉണ്ടാക്കാനായിട്ട്. ഭൂതത്താങ്കെട്ട് മുതൽ പെരിയാറിൻ്റെ ഒരു സൈഡ് ഒരു 10 മീറ്റർ അല്ലെങ്കിൽ ഒരു 8 മീറ്റർ ഹൈറ്റിൽ കരിങ്കല്ല് വെച്ച് കെട്ടുക. ഇവിടെ ആനശല്യമായിട്ട് ആൾക്കാരെല്ലാവരും നരയിച്ചിരിക്കുകയാണ്. ഇതൊരു നരകമായിട്ട് കിടക്കുകയാണ്. ഇപ്പം ഇത് നമുക്ക് സ്വർഗമാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഭൂതത്താങ്കെട്ടിൽ നിന്ന് പുഴയുടെ ഒരു സൈഡ് കംപ്ലീറ്റ് കരിങ്കല്ല് വെച്ച് ഒരു 10 മീറ്റർ ഹൈറ്റിൽ അല്ലെങ്കിൽ 8 മീറ്റർ ഹൈറ്റിൽ കെട്ടിയിട്ട് അതിലൊരു നടപ്പാത, ഒരു സൈക്കിൾ ട്രാക്ക് മാത്രം മതി. പിന്നെ വേണമെങ്കിൽ അതിലെ ഒരു ബഗ്ഗി ഓടിക്കാനുള്ള സംവിധാനം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടൂറിസത്തിന് ഒരു എടുത്തുചാട്ടമായിരിക്കും. ഇത്രയും സുന്ദരം പ്രകൃതി രമണീയമായ ഒരു സ്ഥലം ഞാൻ പോയ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല. എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ഗസ്റ്റാണ് ഇവർ 25 രാജ്യങ്ങൾ കവർ ചെയ്തവരുണ്ട്, 15 രാജ്യം കവർ ചെയ്തവരുണ്ട്. അവരോട് ഞാൻ ചോദിച്ചു നിങ്ങൾ പോയത് ഏറ്റവും നല്ല സ്ഥലം ഏതാണെന്ന്. അവർ പറഞ്ഞു നമ്മുടെ നാട് തന്നെയാണെന്നാണ് അവരെല്ലാവരും പറയുന്നത് ഒറ്റ സ്വരത്തിൽ. ഇത് ഞാനും ഒറ്റ സ്വരത്തിൽ തന്നെയാണ്. ഞാൻ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അപ്പോൾ ഈ പ്രദേശത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യയിലെ 6 നദിയെക്കുറിച്ച് പഠിക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് നമ്മുടെ പെരിയാർ നദിയാണ്. ആ 6 നദിയിൽ ഒന്ന് പെരിയാർ നദിയാണ്. പെരിയാർ നദിയെക്കുറിച്ച് പഠിക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ കാലിക്കറ്റ് NIT-നെയും പാലക്കാട് IIT-നെയാണ്. അപ്പം ഞാൻ അന്ന് തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥരെ ഞാൻ ബന്ധപ്പെട്ടിരുന്നു. അതിലൊരു സന്തോഷ് സാറാണ് NIT കാലിക്കറ്റിൻ്റെ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ്. സാറ് ഒരു 2-3 ആഴ്ച മുമ്പ് എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞാനിവിടെ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ സാറിൻ്റെ അടുത്ത് സാർ എഴുതിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിളിച്ചിരുന്നു. സാർ ഇനിയും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മിനിഞ്ഞാന്ന് ഞാൻ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞത്, ഞാൻ പറഞ്ഞ ഏതൊക്കെയോ പ്രോജക്റ്റുകൾ സാറ് കേന്ദ്ര ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അത് ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയത്തില്ല. സാറ് ഇനിയും വരുന്നുണ്ട് അടുത്ത പ്രോജക്റ്റുമായിട്ട്. ഇത് വേറെ ഒന്നും വേണ്ട, ഭൂതത്താങ്കെട്ടിൽ നിന്ന് ഈ പുഴയുടെ ഒരു സൈഡ് കെട്ടുക. ആനശല്യവും ഭൂതത്താങ്കെട്ട് മുതൽ മലയാറ്റൂർ വരെ ഒരു ആനയും വനത്തിൽ നിന്ന് ഇങ്ങോട്ട് കയറത്തില്ല. നമുക്കിവിടെ ടൂറിസം ശരിക്കും വളർത്താനും പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത്. തായ്ലൻഡും ഇന്തോനേഷ്യയോ വിയറ്റ്നാം ഇതിനൊക്കെ കടത്തി വിട്ടുന്നൊരു സ്ഥലമാണ്. അത് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക. എൻ്റെ ഫോൺ നമ്പർ 9645785000. ഓക്കെ, താങ്ക് യു. ഇതിൽ ജോസേട്ടൻ പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട്. കാരണം ഞാനൊരു റൈഡറാണ്, സൈക്കിൾ റൈഡറാണ്. നേരിട്ട് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പിണറായി സാറിനോട് ഞാൻ ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, നേരിട്ട് എൻ്റെ മുഖത്തോട് ഞാൻ ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ പുതിയ ഒരു ഹൈവേയിൽ ഒരു സൈക്കിൾ ട്രാക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും എന്നുള്ളൊരു കാര്യം ഞാൻ നേരിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിന് കറക്റ്റായിട്ട് മറുപടിയും കിട്ടിയിട്ടുണ്ട്. സൈക്കിൾ ട്രാക്ക് ഉണ്ടാകും, അതിലൊരു ഡെവലപ്മെൻറ്റ്, വിദേശ രാജ്യങ്ങളിലെ റൈഡേഴ്സ് ഇവിടെ വന്ന് ഒത്തിരി ടൂറിസം ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതിൽ ജോസേട്ടൻ പറഞ്ഞൊരു മെയിൻ ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ സൈഡിൽ ഭൂതത്താങ്കെട്ട് മുതൽ ഈ പുഴ എവിടെ എത്തുന്നു അവിടം വരെ ഇതിന് നല്ല രീതിയിലൊരു കരിങ്കൽ കെട്ടും ഒരു റോഡും ഒരു സൈക്കിൾ ട്രാക്കും ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലുപരി ഒരു മനോഹാരിത സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിൽ വേറെ എങ്ങും കിട്ടത്തില്ല. ഈ സാറ് പറഞ്ഞ പോലെ
മറ്റു രാജ്യങ്ങളിൽ മറ്റ് പല പല രാജ്യങ്ങളിലും അതായത് വാട്ടർ ഫ്രണ്ടായിട്ടുള്ള ടൂറിസം ഡെവലപ്മെൻറ്റുള്ള ഏരിയനേക്കാളും വളരെ മികച്ചു നിൽക്കുന്നൊരു പ്രദേശമാണ് നമ്മുടെ ഈ പാണേലി പോര് ഏരിയ. ഈ പെരിയാർ നദി അത് നമ്മുടെ ഡെവലപ്മെൻറ്റിനെ നമ്മുടെ ഗവൺമെൻറ് ഏറ്റെടുക്കുകയാണെങ്കിൽ ഇതിനും ഫാർ ഡെവലപ്മെൻറ്റ്സ് നമ്മുടെ നാട്ടിലുണ്ടാവും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ നിൽക്കുന്ന ഏരിയ അതേ ഒന്ന് പരിചയപ്പെടാം. ദേ പുഴയുടെ നടുക്കുള്ള ഒരു പാറയാണ്. പറഞ്ഞില്ലേ ഒരു 40 മിനിറ്റ് നമ്മൾ ബോട്ട് ഓടിച്ച് ഇങ്ങ് എത്തിയതാണ് നമ്മുടെ ഹോം സ്റ്റേന്ന്. അപ്പോൾ ജോസേറിന് എന്തോടി പറയാനുണ്ട്? ഓക്കെ, എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മളിപ്പോൾ ഇതിലൊരു റോഡും അതുമാതിരി ട്രാക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. ഇനി അപ്പോൾ നമുക്ക് ഈ പുഴയിൽ ചെയ്യാവുന്ന ഭൂതത്താൻകെട്ട് മുതൽ നമുക്ക് കടൽ വരെ ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു അഡ്വഞ്ചർ ടൂറിസം എന്ന് പറയുന്നത് റിവർ റാഫ്റ്റിംഗ് ആണ്. റിവർ റാഫ്റ്റിങ്ങിന് ഇത്രയും മനോഹരമായ ഒരു സ്ഥലം ലോകത്തില്ല. എത്ര 10-15 കിലോമീറ്റർ നമുക്ക് റാഫ്റ്റിംഗ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിതൊന്നുമില്ലാതെ ഞാൻ തന്നെ കണ്ടുപിടിച്ച് എൻ്റെ വഞ്ചിയിൽ ഞാൻ എഞ്ചിൻ വെച്ച് ഞാനിത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് നല്ല ഡിങ്കി ബോട്ടൊക്കെ ഇവിടെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ ജനം ഇവിടെ നിന്ന് മാറത്തില്ല. പാണിയേലി പോര് മുതൽ അല്ലെങ്കിൽ ഭൂതത്താൻകെട്ട് മുതൽ നമ്മുടെ കടൽ വരെ ജനം ഇവിടെ നമുക്ക് വെള്ളക്കാരെ തടഞ്ഞിട്ട് നമുക്ക് ഈ നാട്ടിൽ നടക്കാൻ പറ്റാതെയാകും. അതുകൊണ്ട് എല്ലാവരും വേണ്ടത് ചെയ്യുക. ഇവിടെ ബോട്ടിങ്ങിന് നല്ല സൗകര്യമാണ്, കയാക്കിങ്ങിന് നല്ല സൗകര്യമാണ്. പിന്നെ അഡ്വഞ്ചർ ടൂറിസമായിട്ടുള്ള വൈറ്റ് കയാക്കിങ് അതിപ്പോൾ കോഴിക്കോടൊക്കെ ചെയ്യുന്നുണ്ട്. അത് അവിടെ വെള്ളം വന്ന് നോക്കിയിരിക്കണം, പുഴയിൽ വെള്ളം കൂടുന്നത്. ഇത് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും വൈറ്റ് കയാക്കിങ്ങിന് പറ്റിയ സ്ഥലമാണ് ഈ പാണിയേലി പോരെന്ന് പറഞ്ഞ വെള്ളച്ചാട്ടം മുതൽ നമ്മുടെ മഹാഗണിത്തോട്ടം വരെ അല്ലെങ്കിൽ പാണൻകുഴി എക്കോ ടൂറിസം വരെ ഇത് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാം. അതിന് 2 ഡിങ്കി ബോട്ട് അതിന് വില കൂടുതലാണ്, അതുകൊണ്ടാണ് ഞാൻ മേടിക്കാത്തത്. അത് ഗവൺമെൻറ് ഒരു സബ്സിഡിയൊക്കെ തരികയാണെങ്കിൽ ഞാൻ നാളെ തന്നെ ഒരെണ്ണം മേടിച്ച് ഞാൻ ഭൂതത്താൻകെട്ടിൽ നിന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ കടൽ വരെ പോയി കാണിച്ചു തരാം. താങ്ക് യു.